ഇന്ന് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു 8 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണത്. ഒരു കശ്മീരി മുളക്, ഒരു 6 കശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി. അടുത്ത് ഇതിനൊന്ന് ടൊമാറ്റോ അല്പം ഒന്ന് വഴറ്റിയെടുക്കും. തവയൊന്ന് ചൂടായതിന് ശേഷം 2 സ്പൂണ് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിൻ്റെ ടൊമാറ്റോ നെടുകെ രണ്ടായിട്ട് കീറി അതിൻ്റെ സീഡും സൈഡിലുള്ളത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അല്പം ഇതിനെ നമ്മൾ വന്നിട്ട് വഴറ്റി ഇതിന് നമുക്ക് തൊലി ഒന്ന് മാറ്റണം. ഒരു 2-3 മിനിറ്റ് അതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ച് ടൊമാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സൈഡ് അല്പം തൊലിയൊന്നല്പം സ്കിന്നല്പം ചുളുങ്ങി ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിന് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിനെ അല്പനേരം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതേ തവയിൽ തന്നെ നമ്മളുടെ ഈ കശ്മീരി മുളക് ഞെട്ട് മാറ്റി എളുപ്പത്തിന് വറുക്കാൻ കണക്ക് 2ആയിട്ട് ഒടിച്ചു വെച്ചിട്ടുണ്ട്. അതിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് വറുക്കും. നമ്മുടെ ഇവിടെ വറുക്കാനിട്ടിട്ടുള്ള മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കറക്റ്റ് പാകത്തിന് നമ്മളൊരു വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിന് അല്പം തണുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മിക്സറിൽ ആരും മുളക് പൊടിക്കരുത്. ഒരു കവറിൽ എന്തെങ്കിലും വെച്ച് തന്നെ മുളകിനെ പൊടിച്ചെടുക്കണം. അല്പം ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. നമ്മളിവിടെ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ടൊമാറ്റോ ഇതെല്ലാം അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് ഉണ്ട്. അല്ലാതെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് വഴറ്റുമ്പോൾ അത് ടൊമാറ്റോ അല്പം വേഗം ചെയ്യും. കൂട്ടത്തിലുണ്ട് തൊലി, അതായത് സ്കിന്ന് നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാനും പറ്റി. ഇനി നമ്മളിതിനെ ഒരു പാത്രത്തിൽ വെച്ച് ഇതിനെ പതിയെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാൻ സ്പൂണിട്ട് ഇതാക്കിയാലും മതി. പെട്ടെന്ന് ചെറു ചൂടോടെ ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇവരത് നല്ല ചതച്ച് എടുത്തിട്ടെടുക്കാം. ഈ മുളകും ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ എളുപ്പത്തിന് ഒരു കവറിനകത്തേക്ക് ഒരു വൃത്തിയുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ചെറു ചൂടോടെ തന്നെ മുളക് നമുക്കതിനെ പൊടിച്ചെടുക്കാം. മുളക് ചതച്ചതുപോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കും. മുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളത് മിക്സറിൽ പേസ്റ്റ് ചെയ്താൽ മുളക് നല്ലൊരു എരി വരും. അതായത് ഒത്തിരി തെരിയാവുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരില്ല. ചെറിയൊരു പുളിപ്പ് ചേർന്ന്, അതായത് ടൊമാറ്റോ ആണ് നമ്മൾ കൂടുതൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പുളിപ്പായിരിക്കണം മേളിൽ കയറി നിൽക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ഒരു ഫ്ലക്സ് ടൈപ്പിൽ നമ്മളിത് ചെയ്യുവാണ് ചെറിയായിട്ട്. ഇനിയാണ് ശരിക്കും നമ്മൾ ടൊമാറ്റോ ചമ്മന്തി നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇവിടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് തന്നെ ഉടച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതത്രയും എരി ഒരു ഓപ്ഷനുണ്ട്. എരി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇത് കറക്റ്റ് നോർമൽ എരി തന്നെ ആയിരിക്കും. ഇല്ല അതിനേക്കാൾ കുറയ്ക്കണോ കൂട്ടണോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ കൂടെ ഞാൻ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പിഞ്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഒരു ടൊമാറ്റോ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഡെയിലി എന്താ ഉണ്ടാക്കുക എന്നൊരു ചെറിയ കറിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല ചോറുണ്ണുന്നതിന്, കഞ്ഞിക്ക്, ഇഡ്ഡലി, ദോശ എന്തിനായാലും ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം. ബൈ.